എന്തുടെ പരിപാടി? ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കപ്പലണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. നീ വെറുതെ ഇരിക്കല്ലേ, ബോഡിച്ചിട്ടുണ്ടാവും. കപ്പലണ്ടി കഴിച്ചാൽ കപ്പലണ്ടി കുളത്തിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. ഇതെന്തൊരു വീട് നോക്കിയല്ലേ? അല്ല, നിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് എത്ര നാളായി? പഠിച്ചിട്ട് 3 കൊല്ലം ഉണ്ടാവും. 3 കൊല്ലം. എന്താ MBA അല്ലേ? ഞാൻ MBA തന്നെയാണ് പഠിച്ചങ്ങനെ. ബ്രാലിടാ സാധനം. നമുക്ക് ഈ വെള്ളത്തിലത്തെ മീനിയൊക്കെ നോക്കിയിരിക്കാനൊക്കെ കാര്യമുള്ളൂ. ഇവിടെ എനിക്ക് ജോലി കിട്ടി, എനിക്ക് ചെയ്യാൻ പേടി. ഇതിൽ ജോലിയില്ലേ? നിനക്ക് ജോലിയും ഇല്ല. നമ്മളൊക്കെ തുല്യ ദുഃഖിതരാടാ. എടാ, നിനക്കൊരു പെണ്ണുണ്ടായിരുന്നില്ലേ? ഞാൻ ജോലിയാ. അതൊക്കെ പോയി, പണിയില്ലല്ലോ. പണിയില്ലാത്തവരാ ആർക്കും വേണ്ട. പരിപാടി വന്നു, കപ്പലണ്ടി തീർന്നു. എടാ, പണിയില്ലാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓഫീസ് തിന്നരുത് കേട്ടാ. പിന്നെ എടാ, ഞാനേ മുമ്പുണ്ടായിരുന്ന പെണ്ണുണ്ടായിരുന്നില്ലേ, അവളെ കുറിച്ച് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം തപ്പിക്കൊണ്ടിരിക്കും. ഞാനൊരു സംഭവം കണ്ടു, ഒരു ആഡ്. എന്തോ പീക്രസ്റ്റ് ഫോമോ സിഗരറ്റോ അങ്ങനെ എന്തോ സംഭവം, എനിക്കറിയില്ല. അതിങ്ങനെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ നമുക്ക് അറിയാത്ത ആൾക്കാരെ പഠിപ്പിക്കാനും ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ളൊരു സംഭവം, സ്ഥാപനമൊക്കെ ഒന്ന് കേട്ടാണ്. ഞാൻ പോസ്റ്റ് ചെയ്യാൻ തരാം. ഒരു മിനിറ്റ്, എന്തായാലും കപ്പലണ്ടി കഴിഞ്ഞു, ഞാൻ പിടിക്കാം. ഈ ടീക്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം ഇങ്ങനെ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിക്കാരും ശരിയാവുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണത്. നമുക്കൊന്ന് പോയി നോക്കാടാ. അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെയാണ് അവർ പറയണേ. ഓക്കെ, എന്ത് പറയണു നിൻ്റെ ഒരു കാര്യം? എൻ്റെ കപ്പലണ്ടി തീർന്നു. എൻ്റെ ഒരു കപ്പലണ്ടി. നമുക്ക് ആ സ്പോട്ട് വരെ ഒന്ന് പോയാലോ? സർ, സാർ ഗുഡ് മോർണിംഗ്. സാറേ, ഞങ്ങൾക്ക് ഈ കമ്പനീനെ കുറിച്ച് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 കൊല്ലമായി. എനിക്ക് ജോലിയുണ്ട്, പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. ഇവനാണെങ്കിൽ ജോലിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയണം. അതിന് വേണ്ടി ഞങ്ങൾ വന്നേക്കാം. You are at the right place, friend. നിങ്ങൾ നിങ്ങളുടെ CV രണ്ടുപേരും കൂടി CV ഞങ്ങൾ വരുന്നേക്കാൾ മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു സാറേ. സാറ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ. Yes, let me check. One second. Yes, നിങ്ങളുടെ രണ്ടുപേരുടെയും CV കണ്ടു. നിങ്ങൾ കറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിയായ സ്ഥലത്ത് തന്നെയാണ് തിരിഞ്ഞത്. മിസ്റ്റർ പോൾ ആൻഡ് ജോൺ. പോളിൻ്റെ സിറ്റുവേഷനും ജോണിൻ്റെ സിറ്റുവേഷനും സെയിം ആണ്. ഈ സിറ്റുവേഷൻ, ഒരാൾക്ക് ജോലിയുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയുണ്ട്. മറ്റൊരാൾക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയുണ്ട്, പക്ഷെ എങ്ങനെ ജോലി ചെയ്യാമെന്ന് അറിയില്ല. ഇത് വളരെ സിമ്പിളാണ്. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഓവർ 30 വർഷത്തിലേറെ ഓവർസീസ് കമ്പനികളിൽ ജോലി ചെയ്തിട്ട് അവിടുത്തെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സുകളെ സ്കിൽ സെറ്റിനെ നമ്മൾ ട്രെയിനിങ്ങിലൂടെയും അവരുടെ സ്കില്ല് അപ്സ്കിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഇത് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ ഒരു 1,20,000 പരം ടാലൻസുകളെ ട്രെയിൻ ചെയ്യലും കോച്ച് ചെയ്യലും അവരെ ഗൈഡ് ചെയ്തിട്ടും അവരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പൊസിഷനിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജിയോഗ്രഫിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫ്രം ബാഗ്ദാദ്, ഇറാഖ്, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റിൻ, UAE, ഖത്തർ, ഇന്ത്യ. നിങ്ങൾ ഈ PSC കോച്ചിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നടത്തുന്ന PSC കോച്ചിങ്, അതുപോലെ തന്നെ MNC കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് കേട്ടു. അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് അറിയാം? PSC കോച്ചിങ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിൽ, ഗവൺമെൻറ് സെക്ടറിലൊക്കെ ആളുകൾ ജോലി നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം
ടാബ്ലറ്റ് കോഴ്സുകളാണ്. ജോലി നേടാൻ വേണ്ടി മാത്രം. അതിൽ ജോലി എങ്ങനെ ചെയ്യാമെന്നുള്ള കോച്ചിങ് കൊടുക്കുന്നില്ല. അവർക്ക് എങ്ങനെ ജോലി പെർഫോം ചെയ്യാമെന്നുള്ളതും കൊടുക്കുന്നില്ല. വർക്ക് എത്തിക്സ് എന്താണെന്ന് പറയുന്നില്ല. ജസ്റ്റ് ജോലി കിട്ടാൻ വേണ്ടി മാത്രം. അതും പബ്ലിക് സർവീസ്, അതല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി മാത്രം. വേറാസ് MNC കോച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് കമ്പനികളിൽ ഇന്ത്യയിലായാലും ഇൻ്റർനാഷണലായാലും മൾട്ടിനാഷണൽ എനിവേർ ഇൻ യൂറോപ്പ്, ഏഷ്യ, വേറെവർ, ആ കമ്പനികളിൽ ജോലി ലഭിക്കാനും ജോലി ലഭിച്ച് അതെങ്ങനെ പെർഫോം ചെയ്യാനും വർക്ക് എത്തിക്സ് എന്താണെന്നുള്ളതോ ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ PSC കോച്ചേഴ്സ് പഠിപ്പിക്കുന്നില്ല. അതിനും കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഉദ്ദേശം ഓൺലി ജോലി ലഭിക്കുക എന്നുള്ളത് മാത്രമാണ്. ജോബ് സാറ്റിസ്ഫാക്ഷനോടുകൂടി ജോലി ചെയ്യാൻ അവരെ പഠിപ്പിക്കുന്നില്ല. വേറാസ് ടിപ്പിക്കൽ MNC കോച്ചിങ് എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻ്റർനാഷണൽ കമ്പനികളിൽ, ലൈക്ക് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സുകളിൽ ജോലി ലഭിക്കാനും ജോലി എങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ളതും കൂടാതെ ജോലിയിൽ വിജയം വരിക്കാനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഒരു ലീഡർഷിപ്പ് റോൾ, ദി ലെവൽ ഓഫ് ലീഡർഷിപ്പ്. ഓക്കെ, ഇനി ആണ് നമ്മൾ, സോറി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. If you don't mind, let me attend the meeting. Adamiya, yeah. Very good. Yeah, I was staying also in Adamiya. You know this Yamama complex. Yeah, let me. Where is your CV? It is attached to. You want me to share screen or? No, better attach your CV to the chat box. Where's the chat? Okay. Yes, Taha, thank you very much. I can see your CV, and You want it's me to? yes, and it's very impressive. You have an electrical engineering degree from which university? University of Technology. Oh my God, Mustansriya, right? We need people like you. You know, the young people normally they don't do like this. Okay, so I like your confidence. But I do know some stuff about solar systems and how they work. Very good. This is what we need. We are here to teach you, train you, coach you to become, to excel in your career. So don't worry, we are there. I am giving you the confidence, okay? Not Kasidia, right? Not Kasidia. Kazimiya, yes, Kazimiya. No problem. Good. ഇത് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു അവസരമാണത്. ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഉയർത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതിനൊക്കെ ഉത്തമമായ ഉദാഹരണമാണ്. കോയിൻസിഡൻ്റലി ഇറ്റ് ഹാപ്പൻ ടുഗദർ. ഈ കോൾ വന്നില്ലേ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഞാൻ പറയാം. കോളിന് അതായത് നമ്മൾ ഈ കമ്പനി അല്ലെങ്കിൽ ഈ കൺസൾട്ടൻസി തുടങ്ങാൻ തന്നെ കാരണമായ ഒരു സബ്ജക്റ്റിലേക്കാണ് ഈ കോള്. 2015 മുതൽ നമ്മൾ ഇൻ്റർനാഷണൽ കമ്പനികളിൽ കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി 2020 ഞാൻ ബാഗ്ദാദിൽ, ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ ഞങ്ങൾ ഈ വെർച്വൽ കൺസൾട്ടൻസി എന്നുള്ള കൺസെപ്റ്റുമായിട്ട് അവിടെ ചെന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 5,000+ സ്റ്റാഫിനെ അല്ലെങ്കിൽ ടാലൻസിനെ ഈ 2000 മുതൽ ഈ 5 വർഷത്തിനുള്ളിൽ കോച്ചിങ് കൊടുത്ത് കൺസൾട്ടൻസി കൊടുത്ത് നമ്മൾ അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ന് അവർ പല കമ്പനികളിലെ പല ചീഫ് പൊസിഷൻസും ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായി വളർത്തിയിരിക്കുന്നു. $1000 സാലറി ലഭിച്ചിരുന്ന അവർ ഇന്ന് ഓൺ ആൻ ആവറേജ് $5000 സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാലറിയുടെ കാര്യത്തിൽ മാത്രമല്ല, അവർ ഇൻ്റർനാഷണൽ എക്സ്പോഷറോട് കൂടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെ ഒരു ജോലി ചെയ്യാം, അതല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, വർക്ക് എത്തിക്സ് എങ്ങനെ ജോലിയിൽ പ്രദർശിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ അവർ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. എന്നിൽ നിന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരു നെറ്റ്വർക്കാണ്, ഒരു
മോർ ദാൻ 30 വർഷത്തിലേറെ എക്സ്പെർട്ടൈസ് ഉള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന വെറ്ററൻ എക്സ്പെർട്ടൈസ്. എല്ലാവരും അവരവരുടെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ നെറ്റ്വർക്ക് വഴി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വഴി മൊത്തം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എന്താവശ്യത്തിനും എന്ത് ഉപദേശത്തിനും ഒരു ജോലി എങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട് ലോകത്തെമ്പാടും ഇരുന്നുകൊണ്ട്, ഇറാഖിൽ ഞങ്ങൾക്ക് ഓഫീസുണ്ട്, UAE-യിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്. ഈവൻ വി ആർ ദർ ഇൻ സിറിയ. എന്തുകൊണ്ടാണ് ഞാൻ ഈ സിറിയ എന്ന് മെൻഷൻ ചെയ്യാൻ കാരണം? അതിനും ഒരു കാരണമുണ്ട്. സിറിയ, ബാഗ്ദാദ് എന്നീ രാജ്യങ്ങൾ ഇപ്പോഴും വാർസോണിലാണ്. വാർസോൺ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റിനായി കൊതിക്കുന്ന, ഒരിക്കലും ഡെവലപ്മെന്റ് സാധ്യമാകാത്ത സ്ഥലങ്ങളാണ്. അത് അവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ വർക്ക് എത്തിക്സിനെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ ജോലിയെ ബാധിച്ചിട്ടുണ്ട്. വാട്ട് ടിക്രിസ് ഫോം കൺസൾട്ടൻസ്, വാട്ട് ടൈപ്പ് ഓഫ് കോച്ചിങ് വി ആർ ഡൂയിങ്. ഞങ്ങൾ ഒരു പാലം പണിയുകയാണ്. PSC കോച്ചിങ്ങും MNC കോച്ചിങ്ങും കഴിഞ്ഞ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷറിലൂടെ തൊഴിൽ പരിചയം ഞങ്ങളുടെ ബോർഡ് റൂമിലേക്ക് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനിലൂടെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ നിങ്ങളുമായി ബോർഡ് റൂമിലേക്ക് കൊണ്ടുവന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം നിങ്ങളായിട്ട്. സോ ഫ്രം ദ ഡേ വൺ യു ആർ ലേണിംഗ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ്, ഹൗ ടു ഗെറ്റ് എ ജോബ്, what is happening in an interview room, what the interview panel will ask you, and what is their response, and what talents are responding. This way you are acquainted or you are ready made to work with a multinational corporation. നമുക്ക് ടിക്രിസ് ഫോം ഇന്റർനാഷണൽ കൺസൾട്ടൻസിന്റെ 5P ബിസിനസ് മോഡൽ എന്താണെന്ന് പറയാം. It is a virtual working techniques on the 5P business model പ്ലസ് ഗ്ലോബൽ എത്തിക്സ് ട്രെയിനിങ്. എനിക്കറിയാം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് വീണ്ടും പറയാം. അതായത് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികളിലെ ജോലിക്കും മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലി സ്ഥലങ്ങളിലെ ആളുകളുമായിട്ട് ഇൻ്ററാക്ഷൻ വരുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. ടിക്രിസ് ഫോം ഇന്റർനാഷണൽ കൺസൾട്ടൻസിന്റെ, അതായത് ഞങ്ങളുടെ വെർച്വൽ വർക്കിംഗ് ടെക്നിക്സ് ഓൺ ദ 5P ബിസിനസ് മോഡൽ പ്ലസ് ഗ്ലോബൽ എത്തിക്സ് ട്രെയിനിങ് ഞങ്ങൾ നിങ്ങൾക്ക് അനുഭവം പങ്കുവയ്ക്കുന്നത്. എന്താണ് 5P ബിസിനസ് മോഡൽ ഓൺ ആൻഡ് വെർച്വൽ വർക്കിംഗ് ടെക്നിക്സ് ആൻഡ് വാട്ട് ഈസ് ഗ്ലോബൽ എത്തിക്സ് ട്രെയിനിങ്? വളരെ സിമ്പിൾ. മൾട്ടിനാഷണൽ കമ്പനികളിലെ കോർപ്പറേറ്റ് ജോലികൾ ലഭിക്കാനും ജോലി ലഭിച്ചാൽ അതിൽ പെർഫോം ചെയ്യാനും ജോബ് സാറ്റിസ്ഫാക്ഷനോടുകൂടി യൂറോപ്പിലും UK-യിലും ഒക്കെ ഇപ്പോൾ വെൽനസ് അക്കാഡമികൾ തുടങ്ങുന്ന കാലമാണ്. വെൽനസ് അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷനും ജോലിയും ഒത്തൊരുമിച്ച് നമ്മൾ എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടു നടക്കാം എന്നുള്ളത്. അതായത് സ്റ്റിപ്പുലേറ്റഡ് 8 hours 8 മണിക്കൂറിൽ ഒരു ദിവസത്തെ ജോലി എങ്ങനെ ചെയ്ത് തീർത്ത് വീട്ടിലേക്ക് പോയി വീട്ടിലത്തെ കാര്യങ്ങളും മൊത്തം നോക്കാം. അതന്നെയാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. ആ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ള കോച്ചിങ് കൂടി നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് ബ്രിട്ടീഷ് ഗ്ലോബൽ അക്കാഡമിയുടെ ഒരു അക്രഡിഷനും ലഭിച്ചിട്ടുണ്ട്. 175 വർഷം പാരമ്പര്യമുള്ള എഡ്യൂക്കേഷൻ രംഗത്ത് 175 വർഷം പാരമ്പര്യമുള്ള NCFE UK അക്രഡിറ്റഡ് ബ്രിട്ടീഷ് ഗ്ലോബൽ അക്കാദമിയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് അക്രഡിഷൻ തന്നിരിക്കുന്നത്. അത് ചില്ലറ കാര്യമല്ല. ഓക്കെ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ ലക്ഷങ്ങൾ ചെലവിട്ട് UK-യിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയ വേറെ പോയി 2 വർഷത്തെ വിദ്യാഭ്യാസം ചെയ്ത് അവർക്ക് ലഭിക്കാൻ പോകുന്ന അതേ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് 12 മാസത്തെ കോഴ്സിൽ
കുട്ടികൾക്ക് നൽകുന്നു, അല്ലെങ്കിൽ ടാലൻസിന് നൽകുന്നു, അല്ലെങ്കിൽ ജോലി ആവശ്യമുള്ള ഈ ട്രെയിനിങ് താല്പര്യമുള്ള ആൾക്കാർക്ക് നൽകുന്നു. വിത്ത് അവരുടെ എയർ ടിക്കറ്റ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ വീട് പണയം വെച്ച്, സ്വർണം പണയം വെച്ച്, മാതാപിതാക്കളെ അതെ ഒറ്റയ്ക്കാക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത്, അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് മാത്രമാണ്. എന്താണ്? ഒരു സർട്ടിഫിക്കറ്റ്, UK ഓർ യൂറോപ്പ് അക്രഡിറ്റഡ് സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവ്? അതിൻ്റെ കാര്യമില്ല. പഠിക്കുന്നത് വെറുതെ ആണെന്നുള്ള ചിന്ത മനസ്സിന് കളയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കഷ്ടപ്പെടാൻ തയ്യാറ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കഷ്ടപ്പാട് ഉറപ്പാണ്. എയ്തർ നൗ ഓർ ദെൻ. ഇപ്പോഴേ കഷ്ടപ്പെടാൻ തയ്യാറാവും. ഒരു വർഷത്തെ കഷ്ടപ്പാട്, ഒരു വർഷത്തെ കോൺസെൻട്രേറ്റഡ് സ്റ്റഡി കൊണ്ട്, ഡിസിപ്ലിൻ സ്റ്റഡി കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാവുന്ന നിങ്ങളുടെ കരിയർ ഗോൾസാണ്. അതിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഫ്രം ദ ഹയറിംഗ് ടു ഫയറിംഗ്, ബിയോണ്ട് ദ റിക്രൂട്ട്മെന്റ്. ജോലിയിൽ ചേർന്നിട്ട് ജോലി അവസാനിപ്പിക്കുന്നത് വരെയും, തുടർന്ന് റിട്ടയർമെന്റ് സമയത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എങ്ങനെ? റിട്ടയർഡ് ആയ ആളുകളെയാണ് ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പെർട്സ് ആയിട്ട് കരുതുന്നതും അവരിലൂടെ നിങ്ങൾക്ക് അറിവുകൾ പകർന്നു നൽകുന്നതും. ഇതാണ് ഇതിന്റെ സാരാംശം. ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കിപ്പോ ഇത്തിരി കോൺഫിഡൻസ് കിട്ടിയല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്തത് അറിയേണ്ടത്, ഇതിന് ചെലവ് എത്ര വരും, എത്ര വേണ്ടി വരും ഒരു കൊല്ലത്തേക്ക് പഠിക്കാൻ? അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് പറയാം. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? UK, യൂറോപ്പ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നമ്മുടെ കുട്ടികൾ പോകുന്നത് 2 വർഷത്തെ കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്നത് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ്. ഓക്കെ, ട്യൂഷൻ ഫീസ് മാത്രം. നമ്മൾ ഉദ്ദേശിക്കുക പകുതി എയർ ടിക്കറ്റ് കോസ്റ്റ് മാക്സിമം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഇതിനെ രണ്ട് രീതിയിലാണ്, 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ലോക്കൽ ടാലൻസ് ആൻഡ് ഇന്റർനാഷണൽ ടാലൻസ്. ലോക്കൽ ടാലൻസിന് വരുന്ന ചിലവ് ഒരു കുട്ടിക്ക് $52.5 ഇൻറ്റു 11 മാസമാണ്. ഏകദേശം ഒരു 4500 രൂപ പെർ മന്ത് ഫീസും. 12ാമത്തെ മാസം NCFEയുടെ ഡെലിഗേറ്റ്സ് ഇന്ത്യയിൽ വന്ന് അവർക്ക് എക്സാമിനേഷൻ നടത്തുന്നതിനായിട്ട് $325 ആണ് ഇതിൻ്റെ നിശ്ചയിച്ചിരിക്കുന്ന ലോക്കൽ ടാലൻസിൻ്റെ ഫീസ്. വേറാസ് ഇന്റർനാഷണൽ ആസ്പിരൻസിന് ഒരാൾക്ക് $125 പെർ മന്തും, എക്സാം ഫീസ് സെയിം $325 അറ്റ് ദി 12th മന്ത്. ഇതാണ് രത്നചുരുക്കം. സാറ് പറഞ്ഞ ഡോളറിലല്ലേ? അപ്പോൾ ഇന്ത്യൻ രൂപ ഒരു കൊല്ലത്തിൽ വരും 85,000 ഇന്ത്യൻ റുപ്പീസ്. ഈ ഫുൾ കോഴ്സ് നിങ്ങളുടെ കയ്യിൽ UK ബ്രിട്ടീഷ് അക്കാഡമിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ആകാവുന്ന ചിലവാണ് 85,000 ഇന്ത്യൻ റുപ്പീസ്. ഇതിൽ വേറെ ഒരു അഡീഷണൽ ചാർജോ അഡ്മിഷൻ ഫീസോ വേറെ ഒന്നുമില്ല. ഇതൊരു നെറ്റാണ്. ഇതിനൊക്കെ കുറവാണ് വരാൻ സാധ്യത കൂടുതലും. കാരണം കൺവേർഷൻ റേറ്റ് പൗണ്ട് ഡോളറിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് അതാത് മാസങ്ങളിൽ ഉണ്ടായിരിക്കും. അതൊഴിച്ചാൽ 85,000 രൂപ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രിപ്പ് യൂറോപ്പിലേക്ക് പോയി വരാൻ വേണ്ടി വരുന്ന എയർ ടിക്കറ്റിന്റെ കോസ്റ്റിനേക്കാൾ കുറവ്. ഇത്ര എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ ഇത് GST കൂടി ഡെഫിനറ്റ്ലി GST എല്ലാം അടക്കമാണ് നമ്മൾ ഈ 85,000 രൂപ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഇപ്പം തന്നെ ചേർന്നാലോ സാർ? അപ്പോൾ ഇതിന്റെ പ്രൊസീജിയറും കൂടി പറയാം. നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് ചേരാലോ? ഡെഫിനറ്റ്ലി 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ഞങ്ങളുടെ വെബ്സൈറ്റ് www.tikris.com. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലീഡർഷിപ്പ് അക്കാഡമിയുടെ കോളത്തിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ ആവശ്യമായ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. അതിൽ ഫില്ല് ചെയ്യുക, ആവശ്യമായ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുക. പേയ്മെന്റ് ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പേയ്മെന്റ് നിങ്ങൾ ഇന്റർനാഷണൽ കാർഡോ അല്ലെങ്കിൽ നോർമൽ ഡൊമസ്റ്റിക് കാർഡുകളോ വെച്ചിട്ട് പേയ്മെന്റും നടത്താവുന്നതാണ്. ഇത് ഓൺലൈൻ മാത്രം ഫോം ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ഓഫീസിൽ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് വല്ല ഫോം കിട്ടും ഇവിടെ ഫില്ല് ചെയ്യാൻ? ഇല്ല, ഇത് ഓൺലൈനിൽ മാത്രമാണ്. കാരണം ഇത് ഇന്റർനാഷണലി അക്രഡിറ്റഡ് ആയതുകൊണ്ടും UK അവരുടെ ഫീസ്
യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ടും നമുക്ക് അവരുടെ പേയ്മെന്റ് മെത്തേഡിൽ മാത്രമാണ് അത് നടത്താൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു മാർഗം നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഞങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലേക്കോ മെയിലിലേക്കോ ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ പേയ്മെന്റ് ലിങ്ക് അയച്ചു തരും. ആ പേയ്മെന്റ് ലിങ്ക് വഴിക്കും നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. നമുക്ക് ഇപ്പൊ തന്നെ അത് ചെയ്യാം സാർ. അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ? ചെക്ക് യുവർ ഫോൺ. താങ്ക് യു സാർ. സാറേ ഒരു സഹായം കിട്ടും.